ബസ് തീർച്ചയായിട്ടും സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റണം. പക്ഷേ ഇതുപോലെ നടുറോട്ടിൽ നിർത്തി ആളെ കയറ്റണമെന്ന് നിർബന്ധമുണ്ടോ? മറ്റുള്ള വണ്ടികൾക്ക് പോകാൻ ഒരു ഇത്തിരി സ്ഥലം വിട്ടിട്ടുണ്ട്. സന്തോഷം. ഹോൺ അടിച്ച് കയറിപ്പോകാതെ തരമില്ല. ഏതെങ്കിലും വണ്ടി പെട്ടെന്ന് വട്ടം ചാടിയ സിഗ്നൽ വിട്ട ശേഷമാണ് വണ്ടിയും കൊണ്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ദൂരെ നോക്കിയേ, ഒരു ചേട്ടൻ വളരെ സിമ്പിളായിട്ട് ക്രോസ് ചെയ്യുന്നുണ്ട് സ്കൂട്ടറിൽ. ഇൻഡിക്കേറ്ററില്ല, ഒന്നുമില്ല. പുള്ളി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ തന്നെ ശ്രദ്ധിച്ചോടിക്കണം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. പ്രായമുള്ളതുകൊണ്ട് മാത്രം പക്വത വരില്ല എന്നുള്ളത് വീട്ടിൽ തെളിയിക്കുകയാണ്. ഒരു ചേട്ടൻ ഫോൺ സംസാരിച്ച് വരുന്നത് കണ്ടോ? അതും ഈ ബിസി റോഡിലൂടെ. വണ്ടി ഒന്ന് റിസർവായി. അപ്പോൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാം. എപ്പോഴും ഉയർന്ന തുകകൾക്ക് പെട്രോൾ ഫില്ല് ചെയ്യുന്നതാണ് ഉത്തമം. ചില ആളുകൾ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാറുണ്ട്. പക്ഷേ ഈ വേനൽക്കാലത്ത് ഫുൾ ടാങ്ക് പെട്രോൾ ഒരിക്കലും ഫില്ല് ചെയ്യരുത്. 1000 രൂപയ്ക്ക് അടിക്കുന്നതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ പമ്പ് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അത്യാവശ്യം നന്നായിട്ട് മൈലേജും കിട്ടുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ ഈ ആനവണ്ടിയുടെ പുറകെ വരുന്നുണ്ട്. പക്ഷേ ബസ്സിന് നിർത്താൻ ഒരു ഇൻഡിക്കേറ്റർ ഇടേണ്ട ആവശ്യമില്ല. അവർ നടുറോട്ടിൽ തന്നെ നിർത്തും. തൊട്ടടുത്ത് തന്നെ നോ പാർക്കിങ്ങിൽ കുറേ ബൈക്കുകളും പാർക്ക് ചെയ്തിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന വാഹനപ്പെരുപ്പം, സ്ഥലമില്ലായ്മ, വേറെ എവിടെ പാർക്ക് ചെയ്യുമല്ലേ. കവടിയാർ സിഗ്നലാണ്. എല്ലാവരും വണ്ടി നിർത്തിയിട്ടുണ്ട്. സിഗ്നൽ വരാൻ കുറച്ച് സമയമെടുക്കും. വണ്ടി വെറുതെ ഐഡിലിടണ്ട, ഓഫ് ചെയ്തേക്കാം. ദൂരെ സിഗ്നൽ ലൈറ്റ്സൊക്കെ കാണുന്നുണ്ടെങ്കിലും അത് തെളിയാറില്ല, മാസങ്ങളായി. ദൂരെയുള്ള സിഗ്നൽ ലൈറ്റ് ഇല്ലെങ്കിലും തൊട്ട വലത് സൈഡിലും ഇടത് സൈഡിലുമായിട്ട് 2 സിഗ്നൽ ലൈറ്റ് ഉണ്ട്. അത് പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കില്ല. വലത്തേക്കുള്ള സിഗ്നൽ മാത്രമേ ഇപ്പോൾ വിട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ കാറുകാരൻ പോയത്. പക്ഷേ ഈ ബുള്ളറ്റ് ചെയ്ത് കണ്ടോ? പ്രായമായ 2 വ്യക്തികൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ക്രോസ് ചെയ്യാനുള്ള ടൈമാണിപ്പോൾ. സിഗ്നൽസ് ഒബേ ചെയ്യുക, കാൽനടയാത്രക്കാരെയും പരിഗണിക്കുക. കയറ്റമാണ്, നല്ലൊരു ടേണിങ്ങുമാണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡായിട്ട് ഹോൺ മുഴക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഹോൺ മുഴക്കുന്നത് അത്ര നല്ല റോഡ് സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും നടക്കില്ല. അലക്ഷ്യമായി വണ്ടി ഓടിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ റോഡുകളിലുണ്ട്. സ്വയരക്ഷയ്ക്കായി ഹോൺ മുഴക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇതേപോലത്തെ കമ്പികൾ കൊണ്ടുപോകുന്ന വണ്ടി കണ്ടാൽ കൃത്യമായ ഒരു അകലം അതിൽ നിന്നും പാലിക്കുക. ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമ കണ്ടിട്ടുള്ളവർക്ക് കാര്യം മനസ്സിലാകും. ചില ആളുകൾ ഈ വണ്ടിയെ തൊട്ടുരുമി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സേഫായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതിനുശേഷം ഓവർടേക്ക് ചെയ്യാനുള്ള കറക്റ്റ് ഓപ്പർച്യൂണിറ്റി വന്നാൽ മാത്രം ഓവർടേക്ക് ചെയ്യുക. അതാണ് എപ്പോഴും ബെസ്റ്റ്. ഫ്രണ്ടിലേക്കുള്ള വ്യൂ കറക്റ്റാണ്, റോഡ് എംറ്റി ആണെന്ന് നോക്കിയിട്ട് ഞാൻ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോയി. നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടാണെങ്കിൽ, പ്രത്യേകിച്ചും ഓഫീസ് ടൈം ആണെങ്കിൽ, കാൽനട യാത്രക്കാർ എവിടെ റോഡ് ക്രോസ് ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പ്രത്യേകിച്ചും വണ്ടി ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടിൽ ഓവർടേക്ക് ചെയ്യാനായിട്ട് നിൽക്കരുത്. എവിടെയാണ് ഒരു കാൽനട യാത്രക്കാരൻ ഉണ്ടാവുക നമുക്ക് പറയാൻ സാധിക്കില്ല. കണ്ടോ ഈ ബസ്സിൻ്റെ പുറകുവശത്തായിട്ട്? അപ്പോൾ സേഫായിട്ട് റൈഡ് ചെയ്യൂ. വീണ്ടും കാണാം.